ഉണ്ട്, ഒരു ഗുണത്തിനും ഇല്ല. ആരെങ്കിലും കണ്ടാ തോന്നും ഞാൻ ജോലിക്കാരി, അവൾ കൊച്ചമ്മയാണ്. എന്തൊരു പൊടിയാ! എപ്പോൾ നോക്കിയാലും അവൾക്ക് പനിയും ചുമയും നടുവേദനയൊക്കെയാ. കൊച്ചമ്മയായിട്ട് എൻ്റെ ഒരു ഗതി. രാജമൗലി സാറിൻ്റെ മെസ്സേജോ? ഈശ്വര! പ്രിയപ്പെട്ട സൽപ്പേര് വീട്ടിലെ സുശീലയ്ക്കും തങ്കുവിനും നിങ്ങൾ ബാഹുബലി എന്ന ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അത് കാരണം ഈ ചിത്രം ചൈനയിലും പ്രദർശിപ്പിക്കാൻ പോകുന്നു. ചൈനയിൽ 5000 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ സൽപ്പേര് സുശീല കാരണം എത്ര പേരാ രക്ഷപ്പെട്ടത്. എനിക്കത് മതി. കൊച്ചമ്മേ, ബോംബ് ബോംബ്! അയ്യോ, ഇപ്പൊ ഈ പെരെ പൊളിച്ചിട്ട് പോയല്ലോ. ഒന്നാമതാ കഥവ് ചെറുതാ, ഇളകിയിരിക്കുക. അതിനെല്ലാം കൂടെ പറിച്ച് ആടിയിടണം. എന്താണ്? ബോംബ് ഇവിടെ അല്ല, അവിടെ ഇരി. ഇവിടെ അല്ലേ? ഇല്ല, വിദേശ രാജ്യത്താണ് ബോംബ്. ഒരു പരസ്യ ചിത്രത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജനീലിയ. അതിന്റെ തൊട്ടടുത്തായിരുന്നു ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഭാഗ്യത്തിന് ആ കൊച്ചു രക്ഷപ്പെട്ട്. നിനക്ക് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? മനുഷ്യന്റെ നല്ല ജീവൻ പോയി. ഇതിനെ പിടിച്ച് എന്റെ നല്ല ജീവനും പോയി. വേറെ സംഭവം അറിഞ്ഞോ? അരവിന്ദ് സ്വാമി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അരവിന്ദ് സ്വാമി എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ അരവിന്ദേട്ടൻ നിനക്ക് മെസ്സേജ് ചെയ്തു? ആ, മെസ്സേജ് ചെയ്തു. എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ? തങ്കു, എനിക്കൊരു വലിയ രഹസ്യം തങ്കുവിനോട് പറയാനുണ്ടെന്നേ. ഞാനങ്ങ് ഞെട്ടിപ്പോയി കൊച്ചമ്മ. എന്താ കാര്യമെന്ന് അറിയാതെ. എന്ത് രഹസ്യം? ഈ വിക്രമും അരവിന്ദ് സ്വാമി ഒരുമിച്ച് പഠിച്ചവരാന്ന്. ആണോ? ആ, ഒരു കോളേജിലായിരുന്നു. പക്ഷെ ഈ വിക്രമേ അരവിന്ദ് സ്വാമിയെക്കാളും വലിയ സീനിയർ ആയിരുന്നേ. ഇപ്പൊ മനസ്സിലായി. എന്റെ അരവിന്ദേട്ടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണല്ലോ ഫിലിം ഫീൽഡില്. ഇനിയിപ്പൊ അച്ഛൻ വേഷങ്ങളിൽ ഒതുങ്ങേണ്ടി വരും എന്നുള്ള വിഷമമായിരിക്കും. ആ, വിക്രം അപ്പോഴും നല്ല ചോക്ലേറ്റ് പയ്യനായിട്ട് ചുള്ളനായിട്ട് നിന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ നിന്ന് അഭിനയിക്കിച്ച. ആ, എന്റെ അൻസിബ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ആ, അയ്യോ, ചില ഗ്ലാമർ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിൽ ഇടുന്നത് അത്ര വലിയ തെറ്റാണോ? ആര് പറഞ്ഞു തെറ്റാന്നല്ല, പ്രേക്ഷകരുടെ ആവശ്യം അതനുസരിച്ചിട്ടാണ് അൻസിബ അങ്ങനെ ചെയ്തത്. ആ, ഇനിയിപ്പോ അങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് അതിനെതിരെ മോശമായി പ്രതികരിച്ചവർക്കെതിരെ അൻസിബ എനിക്കൊരു ഒറ്റ വക്കാലത്ത് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി. അവരെ ഞാൻ കഴി എണ്ണിക്കും. ആ, ഒറ്റ ഒപ്പിന്റെ ആവശ്യം വേണ്ടേ? ഹലോ, എന്ത് കഷ്ടാ നോക്ക, അത് ചാടിപ്പോയല്ലോ. നമസ്കാരം വക്കീലേ, ഇരിക്ക്. നമസ്കാരമുണ്ട്. അൻസിബയ്ക്ക് എന്ത് പറ്റി? അൻസിബയ്ക്ക് ഒന്നും പറ്റിയില്ല, അതല്ലേ എനിക്ക് പറ്റിയത്. അല്ല, അതായത് ഈ അൻസിബ ഹസൻ അറിയാലോ, അവര് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കണ്ട ചില ആളുകൾ കയറി ആ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാലിട്ടു. പക്ഷെ അവരിപ്പോ പറയുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ടെന്നാണ്. അത് കുറ്റബോധം കൊണ്ടായിരിക്കും വക്കീലേ. അതെ, ചെയ്യേണ്ടിയിരുന്നില്ല ഇപ്പൊ ചിലപ്പോ തോന്നുന്നുണ്ടാവും. ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാലേ, അൻസിബയുടെ പേജിൽ കയറി ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ എഴുതിയിട്ട് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളുടെ ഇത്തരം ചീത്തവിളികൾക്ക് മറുപടി കൊടുക്കണ്ടെന്നാണ് അൻസിബയുടെ ഒരു തീരുമാനം. ഈ അൻസിബയ്ക്ക് അതുപോലുള്ള നടിമാർക്ക് എതിരെ ഇങ്ങനെ പ്രതികരിക്കുന്ന ഈ പ്രേക്ഷകരോട് തങ്കുവിനെ പറയാനുള്ളത് എന്തുവാന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ആദ്യം തെളിയിക്കുക. അതിന് പ്രത്യേകിച്ച് വേണ്ട എന്താന്ന് വെച്ചാൽ, ഐഡന്റിറ്റി കാർഡിന്റെ ഒരു കോപ്പി വേണം, പിന്നെ 2 ഫോട്ടോ വേണം, പിന്നെ റേഷൻ കാർഡിന്റെ ഒരു കോപ്പി വേണം. ഈ ഫോട്ടോ എന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം, കളർ ഫോട്ടോയും ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അൻസിബയെ പോലുള്ള താരങ്ങൾ തിരിച്ചു പ്രതികരിക്കുകയുള്ളൂ. എടി തങ്കു, നിന്റെ വിവരമില്ലായ്മ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കല്ലേ. വക്കീലെന്താ ഇന്ന് കോടതിയിലൊന്നും പോയില്ലേ? മഫായിട്ട് വന്നല്ലോ. മഫനായിട്ട്. മഫനല്ല തങ്കു, മഫ്തി. ഒന്നും തോന്നല്ലേ, അവക്ക് ഇച്ചിരി വിവരം കുറവാ. അല്ല, ഞാനിപ്പോ ഈ മഫ്തിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് കോടതിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, കേസൊക്കെ ഉണ്ടാവണ്ടേ. അത് ശരിയാ, ഒരു കേസും ഇല്ലേ? കേസ് ഉണ്ടാവും. വക്കീലിന്റെ മുഖം കണ്ടറിയ എന്തൊക്കെയോ കേസ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. വളയാറൊക്കെ കഴിഞ്ഞിട്ട്, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ആ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു കേസ് വരാനുള്ള ഒരു സാധ്യത എനിക്ക് കാറ്റിൽ കൂടെ കിട്ടുന്നുണ്ട്. ബോർഡറിൽ നിൽക്കുവാണോ കേസ്? അല്ലല്ല,
ആ ഏരിയയിൽ വലിയ കേസിന്റെ ഒന്നും ഹോപ്പില്ല അല്ലേ കൊച്ചമ്മ? ശരിയാട്ടോ. ആര് പറഞ്ഞു? തമിഴ്നാട്ടിൽ നല്ല ഒന്നാം തരം വീട്ടിൽ നടക്കാൻ പോവല്ലേ? ചുമ്മാ വക്കീൽ ഇങ്ങനെ കള്ളം പറയില്ലേ? അവിടെ എല്ലാരും നല്ല സ്നേഹത്തിലാ. ചുമ്മാതല്ല, അവിടുത്തെ സിനിമാ താരങ്ങൾ തമ്മിൽ പുലിഞ്ഞടി നടക്കാൻ പോവാ. ഞാൻ ഒന്ന് പോവക്കില്ലേ, അവരൊരു അമ്മ പെറ്റ മക്കള് പോലെ ജീവിക്കുന്നത്. അമ്മ പെറ്റ മക്കൾ എന്ന് പറയാനായിട്ട് അമ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ സിനിമാ സംഘടനയല്ലേ? തമിഴ്നാട്ടിലെ സിനിമാ സംഘടനയുടെ പേര് നടികർ സംഘം എന്നാണ്. അവരവിടെ ചേരി തിരിഞ്ഞ് പരസ്പരം അടി, കുത്ത്, തല്ല്, വെട്ട് അതൊക്കെ നടക്കാൻ പോവല്ലേ? അല്ല, അവിടുത്തെ അടി എങ്ങനെയുള്ളതായിരിക്കും? കൊച്ചമ്മ അതിനിപ്പോ വക്കീലിനോട് ചോദിക്കണ്ട, നമുക്ക് ജമാലുവിനോട് ചോദിക്കാം. അങ്ങനെ തമിഴ്നാട്ടിലെ യുദ്ധകളത്തിൽ നിന്ന് ക്യാമറമാൻ സുധീഷ് വെളുത്തേരിയോടൊപ്പം ജമാലു ചേരുന്നു. ജമാലു പറയൂ, എന്താണ് സംഭവങ്ങൾ? തമിഴ് സിനിമയിൽ അടിക്കും വെടിക്കും ഒരു കുറവും ഉണ്ടാകാറില്ല. ഇന്നത് സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമാ സംഘടനകൾ തമ്മിലും ഉണ്ടാകുന്നു എന്നത് ഈ ജമാലു കണ്ടെത്തി. തമിഴ് താര സംഘടനയായ നടികർ സംഘം ചേരി തിരിഞ്ഞ് ആടിവിടിയിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അതിനിടയിൽ നിലവിലെ പ്രസിഡന്റായ ശരത് കുമാറിനെതിരെ നടൻ വിശാൽ നടത്തുന്ന കള്ള പ്രചരണത്തിനിടെ നടിയും ശരത് കുമാറിന്റെ ഭാര്യയുമായ രാധിക ശരത് കുമാർ രംഗത്തെത്തി. അതോടെ ആടിയുടെയും വെടിയുടെയും ഓടിപ്പൂരമാണ് തമിഴ് സിനിമയിൽ അരങ്ങേറുന്നത്. നടികർ സംഘത്തിൽ നിന്നും ചേരിതിരിഞ്ഞ് വിശാലിന്റെ നേതൃത്വത്തിലുള്ളവർ പാണ്ഡവർ അണി എന്ന സംഘടന ഉണ്ടാക്കുന്നു. ഈ സംഘടനയും ശരത് കുമാറിന്റെ സംഘടനയും തമ്മിലാണ് തീപാറുന്ന പോരാട്ടം. விஷாலுக்காக ஓட்டு போடல, இந்த அணி வந்து ஏதோ நல்லது செய்ய போது மாற்றம் தெரிவிக்க போறாங்க அப்படின்ற நம்பிக்கையில அத்தனை பேரும் சொல்றாங்க. சோ அவங்க சார்பா ശരത് കുമാറിനെതിരെ വിശാൽ കള്ളപ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് രംഗത്തെത്തിയ ഭാര്യ രാധിക ശരത് കുമാർ വിശാലിനെതിരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നു. വിശാൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം വഷളാവുമെന്നാണ് രാധികയുടെ ഭീഷണി. ഒക്ടോബർ 18-നാണ് സംഘടനയുടെ തെരഞ്ഞെടുപ്പ്. വിശാൽ, കാർത്തി, നാസർ എന്നിവരാണ് പാണ്ഡവർ അണി എന്ന സംഘടനയുടെ തലപ്പത്ത്. സംഗതി എന്തു തന്നെ ആയാലും വിശാലും കൂട്ടരും ഇപ്പോൾ ഭീഷണിയെ ഭയന്ന് ഓളിച്ചിരുന്നാണ് പ്രചരണ പരിപാടികൾ നടത്തുന്നത്. രാഷ്ട്രീയവും സിനിമയും കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന തമിഴകത്ത് താരങ്ങളുടെ ഈ അടി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു റിഹേഴ്സലാണെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് ജമാലുവിന് പറയുവാനുള്ളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് വിട്ടോ, ഒരു കേസ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. എന്നാ ഞാൻ ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിനിന്റെ സമയം നോക്കണം. അതിനു മുമ്പേ വക്കീലെ, ഇപ്പൊ കേരളത്തിൽ എന്താ നല്ല കേസൊന്നും ഇല്ലാത്ത? അതെ, ഈ കേരളത്തിൽ ഇപ്പൊ സിനിമയിലുള്ള കേസുകളൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാലേ, കുറച്ചു നാൾ മുമ്പ് വരെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വ്യാജന്റെ CD വന്നു, പൈറസി, പിന്നെ സംവിധായകരും ഡയറക്ടർ അവരൊക്കെ തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ആ ഒരു പൈറസി വഴിക്കുള്ള കേസിന് യാതൊരു സാധ്യതയില്ല. അതെന്താ? പൈറസിക്കാരൊക്കെ ധ്യാനം കൂടി നന്നായോ? അതല്ല, ഈ കൺസെപ്റ്റ് റിസർച്ചിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു പയ്യനുണ്ട്, ഷാൻ എന്ന് പറഞ്ഞിട്ട്. ആ പയ്യൻ ഒരു പുതിയ ടെക്നോളജി കണ്ടെത്തിയിരിക്കുന്നു. അതായത് സിനിമയെ പൈറസിയിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒരു ടെക്നോളജി. 3 ഘട്ടങ്ങളായിട്ടാണ് ഒരു സിനിമയെ പൈറസിയിൽ നിന്ന് രക്ഷിക്കാന്ന് അദ്ദേഹം പറയുന്നത്. ആണല്ലേ? തങ്കൂനൊരു കാര്യം ഇനി പറയാനുണ്ട്. പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സംവിധായകന്മാരും ഇത് ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പുത്രനും അൻവർ റഷീദും. അൽഫോൺസ് പുത്രൻ. നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഷാനെ പോയെന്ന് കണ്ടേക്കണം സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്. അത് നിങ്ങളുടെ സിനിമാ ജീവിതത്തിന് നല്ലൊരു ഭാവി ഉണ്ടാക്കി തരും. ഇനിയിപ്പോ മലയാളത്തിൽ നിന്ന് പുതിയ കേസുകളൊന്നും വന്നില്ലെങ്കിലും തമിഴിൽ നിന്ന് കമൽഹാസൻ സംവിധായകൻ ബാലേന്ദ്ര മേനോനെതിരെ ചിലപ്പോ ഒരു കേസ് തന്നേക്കും. നമ്മുടെ ബാലേന്ദ്ര മേനോൻ സാറില്ലേ, അദ്ദേഹം ഈ കമൽഹാസനെ ഭ്രാന്താന്ന് വിളിച്ചില്ലേ? ജമാലു, എന്തൊക്കെ കേക്കുന്നേ? കമലഹാസൻ നടനാണ്, എഴുത്തുകാരനാണ്, സംവിധായകനാണ്, നന്നായി നൃത്തമറിയുന്നയാളുമാണ് എന്നെല്ലാം നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ കമലഹാസൻ ഒരു ഭ്രാന്തനാണ് എന്ന് ഇവിടെ ഒരാൾ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, കുറച്ച് ദിവസമായി വിവാദ പ്രസ്താവനകളോടെ ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പഴയ സിനിമാ സിംഹം ബാലചന്ദ്ര മേനോനാണ്. വിവാദങ്ങൾ പറയുക എന്നത് ഹോബിയാക്കിയിട്ട്
കുറച്ച് ദിവസങ്ങളായി ബാലചന്ദ്ര മേനോൻ. ന്യൂ ജനറേഷൻ സിനിമകളുടെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ തനിക്ക് ഛർദിക്കാൻ വരുന്നു എന്നാണ് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞത്. അടുത്ത ദിവസം അദ്ദേഹം ചോദിച്ചു, ഈ പ്രേമം സിനിമയിൽ എവിടെയാണ് പ്രേമം എന്ന്. അതും സോഷ്യൽ മീഡിയ പൊങ്കാലയിട്ട് ആഘോഷിച്ചു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞു, ന്യൂ ജനറേഷൻ സിനിമാക്കാരെ തനിക്ക് ഒരു പേടിയുമില്ലെന്ന്. പക്ഷേ ഉലക നായകനെ കുറിച്ച് ഭ്രാന്തൻ പ്രയോഗം നടത്താൻ എന്താണ് കാരണം എന്ന് ജമാലു തിരക്കി. അമ്മയാണ് സത്യത്തിൻ്റെ റീമേക്ക്. അതിൽ ആനയുടെ വേഷത്തിന് പകരമാണ് ഈ രുചിത പ്രസാദ്. അത് ശ്രീദേവി ഉണ്ണി എനിക്ക് വളരെ നന്ദിപൂർവ്വം ഓർക്കണം. വാർ ഫുട്ടിങ്ങിൽ പടം തുടങ്ങണം, കമലഹാസൻ പടം കാണുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, എന്നെ അന്വേഷിക്കുന്നു. 9-ാം ദിവസം തമിഴ്നാട്ടിൽ നിന്നൊരു 3-4 ആൾക്കാർ ആ സെറ്റിൽ വന്നു, ഷൂട്ടിംഗ് കണ്ടു. 9-ാം ദിവസം. 10-ാം ദിവസമായപ്പം കാറും കോളും വരുന്ന പോലെ പെട്ടെന്ന് അന്തരീക്ഷം മാറുകയും എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു സഡൻ പാക്കപ്പിൻ്റെ മൂഡ് വരികയും ഷൂട്ടിൽ നിൽക്കുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് ഇന്നും അതിൻ്റെ കാരണം അറിയില്ല, കാരണം ഞാൻ കണ്ടുപിടിച്ചു, അത് വേറെ കാര്യം. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കൈ വെന്തു കമൽ சார் சார் வந்து இந்த படத்துக்கு வந்து இந்த ப்ரொடக்ஷன் சார் ரொம்ப വീക്ക്, എനിക്ക് മനസ്സിലാകുന്നില്ല അത്. സോ ബാലചന്ദ്ര മേനോന്റെ അമ്മയാണ് സത്യം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങാൻ കാരണം കമലഹാസനാണത്രേ. പ്രശസ്തിയും അധികാരവും ചിലരെ ഭ്രാന്തന്മാരാക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണത്രേ കമലഹാസൻ. പെണ്ണ് ആൺവേഷം കിട്ടുന്ന കഥയായിരുന്നുവല്ലോ അമ്മയാണ് സത്യം. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ വന്ന കമലഹാസൻ സുഹൃത്തുക്കൾ കഥ ചോദിച്ചറിഞ്ഞതിന് ശേഷം കമലഹാസനെ കണ്ടു. കമലഹാസന് എന്തുകൊണ്ട് പെൺവേഷം കെട്ടി അഭിനയിച്ചുകൂടാ എന്ന് ചോദിച്ച് വാശി പിടിപ്പിച്ചു അത്രേ. ഇതുകൊണ്ട് അമ്മയാണ് സത്യത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയെന്നും കുറച്ച് ദിവസത്തിന് ശേഷം കമലഹാസൻ പെണ്ണായി വേഷം കെട്ടിയ അവൈ ഷൺമുഖി എന്ന ചിത്രം ചെയ്തുവെന്നും പറഞ്ഞാണ് മേനോ സാറ് ചൂടാവുന്നത്. ഞാൻ അവൈ ഷൺമുഖിയെ കണ്ടു. താങ്കൾ നല്ലൊരു പത്രക്കാരനല്ലേ, അതിനപ്പുറം സംസാരിക്കാത്ത നല്ലത്. ജമാലുവിനൊരു സംശയം. ജമാലുവിന്റെ ഭാഷയിൽ ഓൾഡ് ഏജ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു അസുഖത്തിന്റെ ലക്ഷണമാണോ ഇത്? അല്ല, ഈ കേസുകൾ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? ചിലപ്പോ ഫോൺ അടിക്കുന്നേ. ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുത്ത് നോക്കത്തില്ലേ. ഹലോ, ആമാ തങ്കു സ്പീക്കിംഗ്. ആമാ ആമാ ഇറുക്ക് കുത്തി ഇറുക്ക്. ആ കൊടുക്ക കുത്തി ഇറുക്കുന്നു. എനിക്കോ? കമലഹാസന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല, മോള് ശ്രുതിഹാസനാ വിളിക്കുന്നു. ஹலோ யா யா சுஷீலா ஸ்பீக்கிங். அப்படியா? ஓ நான் சொல்றேன். ஆ ஆ சரி 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 அம்மா, தேங்க் யூ. കീപ് ഇൻ ടച്ച്. ബൈ, ടേക്ക് കെയർ. അവസാനം പറഞ്ഞേ കീപ് ഇൻ ടച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർക്കണമെന്ന്. ആ ടച്ച് ചെയ്യണേന്ന്. അതെ, ഈ എന്തെങ്കിലും ഒരു കേസിനുള്ള സ്കോപ്പ് ഉണ്ടാ ഈ ഫോൺ കോളില്? കേസിനുള്ള സ്കോപ്പൊന്നുമില്ല, ചെറിയൊരു മുൻകൂർ ജാമ്യം. അത് പറ, ഞാൻ എടുത്തു കൊടുക്കില്ലേ? എന്താണ് കേസ്? എങ്ങനെയാണ് കേസ്? എവിടെ വെച്ചാണ് കേസ്? ഏത് കോടതിയിലാണ്? ചെന്നൈയിലാണോ കേരളത്തിലാണോ? പറ പറ. അല്ല വക്കീലെ, തങ്കൂന് പഠിക്കണം, സമാധാനപ്പെട്. എന്നെ അങ്ങനെ എന്നെ വക്കീലിനെ ഒരേ മുഖത്തിലൊന്നും കേട്ടല്ലേ. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ. കാര്യം ഞാൻ പറയട്ടെ, ശ്രുതി ഇപ്പൊ വിളിച്ച എന്തിനാന്ന് വെച്ചാല് ശ്രുതിയുടെ ഒരു ചിത്രങ്ങളിലും തീരുമാനങ്ങളിലും അച്ഛനായ കമലഹാസൻ ഇടപെടാറില്ലെന്ന്. ഇപ്പൊ കേരളത്തിലുള്ള ഒരു സംവിധായകനെ കമലഹാസനെ ഭ്രാന്താന്ന് വിളിച്ചില്ലയോ, അതുപോലെ ശ്രുതിഹാസനെ ആരും അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല. അതായിക്കോച്ച് ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അതെ അതെ, അത് മാത്രമല്ല തന്റെ വിജയ പരാജയങ്ങളെ താൻ മാത്രമാണ് ഉത്തരവാദി എന്ന് ഇപ്പൊ പറഞ്ഞു. അത് കൊള്ളാം. വെറുതെ ഒരു കേസ് കിട്ടുമെന്ന് വിചാരിച്ചിപ്പോ കോട്ടെടുക്കാൻ പോയേനെ. ആ എന്തായാലും ആവട്ടെ. അല്ല, എന്തെങ്കിലും സിനിമ സംബന്ധമായിട്ടുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ മറക്കരുത്. പിന്നെ വിളിക്കാതെ ഇരിക്കോ? വക്കീലേ, ഒരു കേസിനുള്ള ഒരു സാധ്യത ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. എന്താണ് കേസ്? എവിടെയാണ് കേസ്? എങ്ങനെയാണ് കേസ്? ഞാനാവല്ലേ
അല്ലേ വക്കീലേ? ഒരിക്കലും ഇല്ല. ഒന്ന് സമാധാനപ്പെട്. നമ്മുടെ ദിലീപേട്ടനുണ്ടല്ലോ, ദിലീപേട്ടന്റെ പുതിയ പടത്തിൽ നിന്ന് ഫഹദ് ഫാസിൽ പിന്മാറി. അപ്പൊ ദിലീപേട്ടൻ ഫഹദ് ഫാസിലിനെതിരെ കേസ് കൊടുക്കോ, ഫഹദ് ഫാസിൽ ദിലീപേട്ടനെതിരെ കേസ് കൊടുക്കോ? പറ. അവിടെയല്ലേ ട്വിസ്റ്റ്. ഇവര് തമ്മിലല്ല പ്രശ്നം. തിരക്കഥാകൃത്തായ മുരളി ഗോപിയും ഫഹദ് ഫാസിലും തമ്മിൽ ഒരു ഇടിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ആണോ? എങ്കിൽ അത് എന്ത് നടക്കും, എങ്ങനെ നടക്കും, എപ്പോ നടക്കും? പറ. എന്റെ കൊച്ചമ്മേ, ഇതൊന്നും നമ്മൾ പറയണ്ട. അതൊക്കെ ജമാലുവിനെ കൊണ്ട് പറയിപ്പിച്ചാ മതി. ഓൾറെഡി നമ്മൾ എന്തിനാ മേടിക്കുന്നത്? പറ ജമാലു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ചാടിത്തുള്ളി നടന്നയാളാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. പക്ഷെ ആ തയ്പ്പിച്ച ഉടുപ്പ് വെറുതെ ആയി. തുടർച്ചയായി സിനിമകൾ പൊട്ടിപ്പൊളിഞ്ഞു. ഒരു സമയത്ത് ഫഹദ് ഫാസിൽ എന്ന് കേട്ടാൽ തിയേറ്ററിലേക്ക് ഓടിക്കയറിയിരുന്ന ജനം ഫഹദ് ഫാസിൽ എന്ന് കേട്ടാൽ വഴി മാറി തുടങ്ങി. അഭിനയിക്കാൻ അറിയാത്ത ആളല്ല ഫഹദ്. പക്ഷേ നിവിൻ പോളിയുടെ നേരം നന്നായപ്പോൾ ഫഹദിന്റെ നേരം മോശമായി. സംവിധായകൻ ലാൽ ജോസിന്റെ 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ രതീഷ് ലാൽ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത പുതിയ ചിത്രത്തിൽ നിന്നും ഫഹദ് ഫാസിൽ പിന്മാറി. ദിലീപും ഫഹദ് ഫാസിലുമായിരുന്നു നായകന്മാർ. എന്നാൽ ഫഹദ് എന്തുകൊണ്ടാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറിയത്? ജമാലുവിന് അതറിഞ്ഞേ പറ്റൂ. ഒടുക്കം ഈ ജമാലു പാലരിൽ നിന്നായി ആ സത്യം മനസ്സിലാക്കി. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണത്രേ ഈ പിന്മാറ്റം. സ്ക്രിപ്റ്റിൽ ദിലീപിനാണ് പ്രാധാന്യമെന്നും തനിക്ക് പ്രാധാന്യം വളരെ കുറവാണെന്നും ഫഹദിന് തോന്നിയത്രേ. മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. ഫഹദും മുരളി ഗോപിയും അത്ര രസത്തിലുമല്ല. ഈ ജമാലു പറഞ്ഞല്ലേ, ചില സിനിമാ പ്രവർത്തകർ ജമാലുവിനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു തന്നാണ്. കാരണം നേരത്തെ 1/2 എന്ന ചിത്രത്തിൽ മുരളി ഗോപിയും ഫഹദും ഒന്നിച്ചഭിനയിച്ചിരുന്നു. ഇതിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയായിരുന്നു. പക്ഷേ ചിത്രം വൻപേച്ച പരാജയമായി. തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ് 1/2 എന്നും മുരളി ഗോപിയുടെ ഇരട്ടവേഷം ശരിയായില്ല എന്നും ഫഹദ് തുറന്നു പറഞ്ഞ് വിമർശിച്ചിരുന്നു. ഇത് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാക്കി. എന്തായാലും ഫഹദിന് പകരം സിദ്ധാർത്ഥ് എന്ന തമിഴ് നടനെയാണ് സംവിധായകൻ കണ്ടെത്തിയത്. അൽഫോൺസ് പുത്രന്റെ വിവാഹത്തിന് കൊച്ചിയിലെത്തിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ജമാലുവിനോട് ഇതെല്ലാം പറഞ്ഞത്.